if x plus y divided by ax plus by is equal to y plus z divided by ay plus bz is equal to z plus x divided by az plus bx. Then prove that pt prove that each of these ratio is equal to 2 by a plus b unless x plus y plus z is equal to 0. Start. അങ്ങനെ പെട്ടെന്നായിട്ടാ എന്തുവാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഒരു മിനിറ്റ് ആലോചിക്കാൻ സമയം, പിന്നെ ഞാൻ ചെയ്തു തരും. എന്നാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എഴുതി എടുത്തൊന്ന് ട്രൈ ചെയ്തേ. 1 മിനിറ്റ് തരും, 1 മിനിറ്റ് ചെയ്യാൻ, പിന്നെ ഞാൻ ചെയ്തു തരും. ഇവിടെ ശ്രദ്ധിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ചോ. അതായത് ഇവിടെ ഇത് ഈക്വൽ ടു ഇത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഇവരെ എല്ലാം കൂടെ ആഡ് ചെയ്യാൻ പോകും. ആഡിങ് ദിസ് പ്ലസ് ദിസ്. അപ്പൊ ന്യൂമറേറ്ററിനെ എല്ലാം കൂടെ ആഡ് ചെയ്യുക, ഡിനോമിനേറ്ററിനെ എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നോക്കിയോ, ഓൺ ആഡിങ് numerator and denominator നമുക്ക് എന്ത് കിട്ടും? x plus y ആണ് ആദ്യത്തേത്, അടുത്ത എന്താ y plus z ആണ്, അടുത്ത എന്താ z plus x ഡിവൈഡഡ് ബൈ, അടുത്ത എന്താ ax plus by plus ay plus bx പ്ലസ് എന്താ az പ്ലസ് എന്താ bx ആണോ? ay plus bz.
ഓക്കെ, ഇനി നോക്കിയോ, ഇവിടെ 2x ഉണ്ട്, അപ്പൊ 2x ആയില്ലേ, x പ്ലസ് എക്സ്. 2y ഉണ്ട്, 2y ആയില്ലേ, പ്ലസ് 2y. 2z ഉണ്ട്, അപ്പൊ 2z ആയില്ലേ, 2z ആയില്ലേ, ആയി. താഴെയോ, താഴെ നമുക്ക് എങ്ങനെ എഴുതാം, താഴെ ഞാനിവിടെ ഇങ്ങനെ എഴുതാൻ പോവാണ്, ax പ്ലസ് ബി എക്സ് അടുപ്പിച്ച് എഴുതാൻ പോവാണ്. അതേപോലെ തന്നെ ay പ്ലസ് ബി വൈ ഒരുമിച്ച് എഴുതാൻ പോവാണ്, പ്ലസ് az പ്ലസ് ബി ഇസഡ് ഒരുമിച്ച് എഴുതാൻ പോവാണ്. കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഇവിടുന്ന് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി x പ്ലസ് വൈ പ്ലസ് ഇസഡ് ആയില്ലേ, ഡിവൈഡഡ് ബൈ ഇവിടുന്ന് ഞാൻ x കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ, a പ്ലസ് ബി ആണോ, പ്ലസ് ഇവിടുന്ന് y കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ, a പ്ലസ് ബി, പ്ലസ് ഇവിടുന്ന് z കോമൺ എടുത്താൽ ബാക്കി എന്താ, a പ്ലസ് ബി ആണോ, ആണ്. ഈസിക്കൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് അതേപോലെ തന്നെ എഴുതി ഡിവൈഡഡ് ബൈ 3 a പ്ലസ് ബി കോമൺ ആണ്, a പ്ലസ് ബി അങ്ങ് പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തുണ്ട്, ഇവിടെ എക്സ്, പിന്നെ ഇവിടെ വൈ, പിന്നെ ഇവിടെ ഇസഡ്. മുകളിലത്തെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡും താഴത്തെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡും അപ്പൊ നമുക്ക് എത്ര കിട്ടും, 2 a. ഇതല്ലേ പ്രൂവ് ചെയ്യണ്ടേ അല്ലേ? ദേവനാരായണൻ ഓക്കെ ആണോ, സന ഓക്കെ ആണോ, നിരഞ്ജൻ ഓക്കെ ആണോ? യെസ് സർ. ഇവിടെ ഇതും കൂടെ ഒന്ന് എഴുതണേ. ഇവിടെ ഓൺ ആഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിന്റെ മുമ്പിൽ ശരിക്കും ഈ റേഷ്യോ ആണ് ഇതിന് ഈക്വൽ ആവുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു നിയമമുണ്ട്, അതായത് ഇപ്പം എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എ പ്ലസ് സി ബൈ അത് എന്തിന് ഈക്വൽ എഴുതാം, എ പ്ലസ് സി ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം, ബി പ്ലസ് ഡി എന്ന് എഴുതാം. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം ഇത് എക്സ് പ്ലസ് വൈ, ഇത് divided by ax plus by is equal to y plus z divided by ay plus bz is equal to z plus x by എന്താ az plus bx. ഇത് ഈക്വൽ ആണ്, നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞത്, ഇതിന്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ആഡ് ചെയ്ത് എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് പ്ലസ് ഇത് ഡിവൈഡ് ബൈ ഇത് പ്ലസ് ഇത്. അപ്പൊ എഴുതുമ്പോൾ ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്യണം. എന്താ ഇത് ഇത്രയും എഴുതിയിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് വേണം ഇത് എഴുതാൻ. ഇതിന്റെ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അതൊന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞു. 6.3 ആണ് ഇതുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് അതായത് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്ക് തരുവാണ്, 16 ഹോംവർക്കാണ്. കാരണം എന്താ, ഇതുപോലെ തന്നെ ചെയ്താൽ മതി. എന്താ ഇപ്പൊ നമ്മൾ ചെയ്ത അതേ മോഡൽ തന്നെ, അത് 3 കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് ഫോം എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് അത് കിട്ടും കേട്ടോ. അത് ഹോംവർക്ക് 16 ഹോംവർക്കാണ്, അത് നിങ്ങൾ തന്നെ ചെയ്യുക. അതേപോലെ അടുത്തത് നോക്കിയോ, അടുത്തത് 17ാമത്തെ ഒന്ന് നോക്കിയോ.
x divided by b minus c into b minus c into b plus c minus 2a equal to y divided by c minus a into c plus a minus 2b equal to z divided by a minus b into a plus b minus 2c. Show that x plus y plus z is equal to c. ഒന്ന് ആലോചിച്ചിട്ട് ട്രൈ ചെയ്തോ, എന്നിട്ട് പറഞ്ഞുതരാം. ഒരു മിനിറ്റ് ആലോചിക്കാൻ സമയം. ഓക്കെ, കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ എല്ലാ റേഷ്യോനെയും കെയ്ക്ക് കിട്ടിയ നേരത്തെ നമ്മൾ ചെയ്തത് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ പോവാണ്. അതായത് ഈ എക്സ് ബൈ ബി മൈനസ് സി ഇൻറ്റു ബി പ്ലസ് സി മൈനസ് 2a ഇതിനെ കെയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അതേപോലെ തന്നെ വൈ എല്ലാം ഈക്വൽ അല്ലേ, y ബൈ സി മൈനസ് എ ഇൻറ്റു സി പ്ലസ് എ മൈനസ് 2b ഇതിനെയും കെയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. z ബൈ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി മൈനസ് 2c ഇതിനെയും കെയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടൊന്നും ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് ചെയ്യുക, ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളൂ.
ഓക്കെ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കിയോ. അപ്പം ഇതിപ്പം ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്ത് വരും? എക്സ് ഈസിക്കൽ ടു കെ ഇൻറ്റു എന്താ ബി മൈനസ് സി ഇൻറ്റു എന്താ ബി പ്ലസ് സി മൈനസ് 2a അല്ലേ? ശരിയല്ലേ? ഇതെന്ത് വരും? ഇതെന്ത് വരും? ആ y ഈസിക്വൽ ടു എന്താ കെ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു എന്താ സി പ്ലസ് എ മൈനസ് 2b അല്ലേ? അടുത്തത് z ഈസിക്വൽ ടു എന്താ? z ഈസിക്വൽ ടു കെ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു എന്താണ് സി പ്ലസ് എ സോറി എ മൈനസ് ബി അല്ലേ? ഓക്കെ, എ മൈനസ് ബി ഇൻറ്റു എന്താ എ പ്ലസ് ബി മൈനസ് എന്താ മൈനസ് 2c ആണോ? ആണ്. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? ഞാൻ ഇതിനകത്ത് എക്സ് ഈസിക്വൽ ടു കെ ഇൻറ്റു ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. എന്താ വരുന്നത് ബി ഇൻറ്റു ബി പ്ലസ് സി മൈനസ് 2a മൈനസ് സി ഇൻറ്റു എന്താ ബി പ്ലസ് സി മൈനസ് 2a. ഓക്കെ, അതാദ്യം ചെയ്യാം നമുക്ക്. എക്സ് ഈസിക്വൽ ടു കെ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് ബി സി മൈനസ് 2bc മൈനസ് എന്താണ് ബി സി മൈനസ് സി സ്ക്വയർ പ്ലസ് എന്താ 2ac. ഏതാണ് 2ba അല്ലേ? ഓക്കെ, 2ba ക്ലിയർ ആണോ? ശരിയല്ലേ? ബി സ്ക്വയർ ബി സി 2ba പ്ലസ്. ഓക്കെ, ഇനി ഇങ്ങനെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനിയും അടുത്ത ഞാൻ വേണമെങ്കിൽ കെയും കൂടെ അകത്തോട്ട് കയറ്റാം. കെയും കൂടെ അകത്തോട്ട് കയറ്റുമ്പോൾ എന്താവും? എക്സ് ഈസിക്വൽ ടു കെ ബി സ്ക്വയർ പ്ലസ് കെ ബി സി മൈനസ് 2kba മൈനസ് കെ ബി സി മൈനസ് കെ സി സ്ക്വയർ പ്ലസ് 2ka ആണല്ലോ. എക്സ് അത് കിട്ടി. ഇനി എന്ത് ചെയ്യാൻ പോവാം? y അതേപോലെ തന്നെ കണ്ടുപിടിക്കാൻ പോവാം. y എന്താ? y ഈസിക്വൽ ടു കെ ഇൻറ്റു സി ഇൻറ്റു സി പ്ലസ് എ സി പ്ലസ് എ മൈനസ് 2b മൈനസ് എ ഇൻറ്റു സി പ്ലസ് എ മൈനസ് എന്താ 2b ആണോ? അങ്ങനെയാണെങ്കിൽ y ഈസിക്വൽ ടു കെ ഇൻറ്റു സി സ്ക്വയർ പ്ലസ് എ സി മൈനസ് 2bc മൈനസ് എ സി മൈനസ് എ സ്ക്വയർ പ്ലസ് 2ab ആണോ? ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ കെയും കൂടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്തെന്ന് വരും? കെ സി സ്ക്വയർ പ്ലസ് കെ എ സി മൈനസ് 2kbc മൈനസ് കെ എ സി മൈനസ് എന്തെന്ന് വരും? കെ എ സ്ക്വയർ പ്ലസ് എന്താണ് 2kab എന്ന് വരും. ആണല്ലോ? ഇനി ആയിട്ടില്ല. ഇതിപ്പോ എന്തേ ആയിട്ടുള്ളൂ? ഇതിപ്പം y ആയിട്ടുള്ളൂ ഇല്ലയോ? ഞാൻ ഇതിനെ ഇങ്ങോട്ടേക്ക് തന്നെ എഴുതാം, ഇതിന്റെ താഴോട്ട് തന്നെ എഴുതാം. ഓക്കെ, വൈയുടെ കാര്യമായി. ഓക്കെ, ഇനി എന്താ? ഇസഡ് ശരിയല്ലേ? ഇസഡിനെ എങ്ങനെ എഴുതാം? ഇസഡ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എന്താ എ ഇൻറ്റു എ പ്ലസ് ബി മൈനസ് 2c മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി മൈനസ് 2c ആണല്ലോ? ഇനി എന്താ? കെ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി മൈനസ് 2ac മൈനസ് ബി എ മൈനസ് ബി സ്ക്വയർ പ്ലസ് എന്താ 2bc ആണോ? അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ എ സ്ക്വയർ പ്ലസ് കെ എ ബി മൈനസ് 2kac മൈനസ് കെ ബി എ മൈനസ് കെ ബി സ്ക്വയർ പ്ലസ് 2kb. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഈ സെഡ് കിട്ടി. ഇനി എന്ത് ചെയ്യാൻ പോവാ? ഞാന് ഇത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക. അതായത് ഇത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക, ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുക, ഇത് ഇക്വേഷൻ എന്തായിട്ട് എടുക്കുക? 3 ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇതെല്ലാം എന്ത് ചെയ്യാൻ പോവാ? ആഡ് ചെയ്യാൻ പോവാം. ആഡിങ് ഇക്വേഷൻ 1 2 3. നേരത്തെ ഇത് നമ്മൾ എങ്ങനെയാ ചെയ്തത്? നേരത്തെ ഇത് ഡയറക്റ്റ് ചെയ്യുക. മനസ്സിലായി? ഇവിടെ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടായി ഇങ്ങനെ ചെയ്തത്.
കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇക്വേഷൻ 1 ആഡിങ് ഇക്വേഷൻ 1 2 ആൻഡ് 3. അപ്പോൾ എത്ര, ലെഫ്റ്റ് സൈഡിൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് വരും, കാരണം LHS അതല്ലേ. റൈറ്റ് സൈഡിൽ എന്ത് വരും, ഇതാ വരുന്നത് അല്ലയോ. ശരിയല്ലേ, ഇതല്ലേ വരുന്നേ. ഓക്കെ, അപ്പൊ എഴുതണം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞോ. കെ ബി സ്ക്വയർ പ്ലസ് എന്താ, കെ ബി സ്ക്വയർ പ്ലസ് എന്താ, കെ ബി സി മൈനസ് 2 കെ ബി സി അല്ലേ, 2 കെ ബി സി മൈനസ് കെ എ സി മൈനസ് അയ്യോ വൈകില്ല. ഓക്കെ, കെ ബി സി വരെ കറക്റ്റ് അല്ലേ. കെ ബി സി മൈനസ് 2 കെ ബി എ മൈനസ് കെ ബി എ മൈനസ് കെ ബി സി മൈനസ് കെ സി സ്ക്വയർ പ്ലസ് എന്താ, പ്ലസ് 2 കെ എ ആണല്ലോ, പ്ലസ് അടുത്ത എന്താ, കെ സി സ്ക്വയർ അല്ലേ, കെ സി സ്ക്വയർ പ്ലസ് പിന്നെന്താ, കെ എ സി മൈനസ് 2 കെ ബി സി അല്ലേ, 2 കെ ബി സി മൈനസ് കെ എ സി മൈനസ് കെ എ സ്ക്വയർ പ്ലസ് എന്താ, പ്ലസ് 2 കെ എ ബി ആണല്ലോ, പ്ലസ് ഇനി എന്താ, ഇസഡിന്റെ എന്താ, കെ സ്ക്വയർ പ്ലസ് കെ ബി മൈനസ് 2 കെ എ സി മൈനസ് കെ ബി എ മൈനസ് കെ ബി സ്ക്വയർ പ്ലസ് 2 കെ ബി സി. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു മൈനസ് 2 കെ ബി സി ഉണ്ടല്ലോ, ഇവിടെ ഒരു പ്ലസ് 2 കെ ബി സി ഉണ്ടല്ലോ, കട്ട് ചെയ്തു. ഇവിടെ ഒരു മൈനസ് കെ ബി സ്ക്വയർ ഉണ്ടല്ലോ, ഇത് ഇവിടെ ഒരു പ്ലസ് കെ ബി സ്ക്വയർ ഉണ്ടല്ലോ, കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ഒരു എന്താണ്, നെഗറ്റീവ് കെ ബി എ, ഇവിടെ നെഗറ്റീവ് കെ ബി എ ഉണ്ടല്ലേ, ഇവിടെ നെഗറ്റീവ് കെ ബി എ ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് കെ എ ബി ഉണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞു അല്ലേ. ഇവിടെ ഒരു പോസിറ്റീവ് കെ എ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് കെ എ സ്ക്വയർ ഉണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞു അല്ലേ. ഇവിടെ ഒരു നെഗറ്റീവ് കെ എ ബി ഉണ്ട്, ഇവിടെ നെഗറ്റീവ് 2 കെ എ ബി ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് 2 കെ ബി എ വെട്ടി കളഞ്ഞു. ഇനി ഇവിടെ ഒരു നെഗറ്റീവ് കെ എ സി ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് കെ എ സി ഉണ്ട്, വെട്ടി കളഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ എന്താ, ഇനി ഇവിടെ ഒരു പോസിറ്റീവ് കെ ബി സി ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് കെ ബി സി ഉണ്ട്, ഇവിടെ ഒരു എന്താണ്, പോസിറ്റീവ് എന്താണ് കെ സി സ്ക്വയർ ഉണ്ട്, ഇവിടെ എന്താ ഒരു നെഗറ്റീവ് കെ സി സ്ക്വയർ എന്തെങ്കിലും ഇവിടെ ഒരു എന്താണ് എന്താ ഇവിടെ 2 കെ സി ഉണ്ട്, ഇവിടെ എന്താ നെഗറ്റീവ് 2 കെ സി. അപ്പൊ ഈ സാധനത്തെല്ലാം പോയി, ബാക്കി എന്താ ഉള്ളത്, ഒന്നുമില്ലെങ്കിൽ എന്തുവാ ഉള്ളത്, 0. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു എന്താ, 0. കഴിഞ്ഞു. ഇത്രയും ചെയ്യണം, നല്ല കിട്ടും. ഈ ചാപ്റ്റർ ഇച്ചിരി ഒത്തിരി ചെയ്യാനുണ്ട് കേട്ടോ, ഈ ചാപ്റ്റർ ഇച്ചിരി ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എവിടെ മൂലം എഴുതാനുള്ളതെന്ന് വെച്ചാൽ എഴുതിക്കോ. തട്ടല്ലേ, നീ എങ്ങനെ വന്നപ്പോ, അല്ല അമ്മയുടെ സ്കൂട്ടറിന് എവിടെ വന്നേ,
ദേവനാരായണൻ എഴുതിയോ? ഓക്കെ. സന മനസ്സിലായോ? സന, ദേവനാരായണൻ, നമ്മുടെ നിരഞ്ജൻ. ഡൗട്ട് ഉണ്ട് ഏതാ സർ, ഇതിന് ഫസ്റ്റ് മെത്തേഡിലും ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ആഡ് ചെയ്യാനോ? യെസ് സർ. അങ്ങനെ ചെയ്യാം. അതായത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. എന്തുവാ, നമ്മൾ കെക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാതെ ഇത് ഇത്ര എഴുതുക. ഈ ക്വസ്റ്റ്യൻ്റെ ഇത് ഇത്ര ഇങ്ങനെ എഴുതുക. ഇത് ഇത്ര എഴുതുക. ഇവിടെ നോക്കി, എല്ലാവരും നോക്കി. ഇത് മറ്റേ രീതി ചെയ്യുവാണെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാം. നോക്കുക, മറ്റേ രീതി ചെയ്യുവാണെങ്കിൽ ഇതിങ്ങനെ എഴുതുക. ഏതാ ഇത് ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇതിനെ ഈക്വൽ ടു ഇട്ടിട്ട് ഇനി എന്ത് എഴുതുക? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഡിവൈഡ് ബൈ എന്താക്കുക? ബി മൈനസ് സി. ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്കും താഴെ 0 ആയിപ്പോകും. താഴെ 0 ആയിപ്പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണോ? ഓക്കെ ആണോടി? സാറേ സനയല്ലേ ചോദിച്ചേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പെട്ടെന്ന് എഴുതണ. പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക്, രണ്ടും ഹോംവർക്ക്. 19, 18, 20 ഇപ്പൊ ചെയ്തു തരാം. കഴിഞ്ഞോടാ, പെട്ടെന്നാട്ടെ. ഈ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതാം, അത് ട്രൈ ചെയ്തു. ഷോ ദാറ്റ് x by x minus y into x minus z plus y by y minus z into y minus x plus z by z minus x into z minus y is equal to 0. പത്തൊമ്പത് ഹോംവർക്ക്.
പറ്റത്തില്ലല്ലോ. നോക്കിയോ അതായത് ഞാനിവിടെ അതായത് ഈ ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല, വീണ്ടും എടുത്ത് ഞാൻ ഈ താഴത്തെ രണ്ടാമത് എഴുതിയിരിക്കുന്നതിന് തിരിക്കാൻ പോവാം. ഇസഡ് മൈനസ് എക്സ് ആക്കാൻ പോവാം. ഇസഡ് മൈനസ് എക്സ് ആക്കണ എന്ത് ചെയ്യണം? ഞാനൊരു നെഗറ്റീവ് അവിടുന്ന് കോമൺ എടുക്കണ്ടേ? എടാ ഈ എക്സ് മൈനസ് ഇസഡിനെ ഞാൻ എന്താക്കാൻ പോവാം? ഇസഡ് മൈനസ് എക്സ് ആക്കാൻ പോവാം. അപ്പൊ എന്ത് ചെയ്യണം? ഈ എക്സ് മൈനസ് ഇസഡിനെ ഇസഡ് മൈനസ് എക്സ് ആക്കണമെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു നെഗറ്റീവ് കോമൺ എടുത്താൽ എന്ത് സംഭവിക്കും? മൈനസ് എക്സ് പ്ലസ് ഇസഡ് എന്നാവും. അതായത് ഇസഡ് മൈനസ് ഇല്ലയോ? അപ്പം ഞാൻ ഇവിടെ അങ്ങനെ ചെയ്യാൻ പോവാണ്. അതായത് ഇവിടുന്ന് ഞാനൊരു എക്സ് അതേപോലെ നിന്ന് എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ അതേപോലെ തന്നെ എഴുതാം, എക്സ് മൈനസ് വൈ. പക്ഷെ ഇതെന്താന്ന് എഴുതാൻ പോവാം? ഇസഡ് മൈനസ് എക്സ് ആണ്. പ്ലസ് വൈ ഇവിടെ അതേപോലെ തന്നെ വൈ മൈനസ് ഇസഡ് ആണ്. ഇവിടെ രണ്ടാമത്തെ വൈ മൈനസ് എക്സ് എന്നുള്ളത് ഞാൻ എന്താക്കാൻ പോവാം? മൈനസ് കോമൺ എടുത്തിട്ട് എന്താക്കാൻ പോവാം? എക്സ് മൈനസ് വൈ ആക്കാൻ പോകും. മൈനസ് ഫ്രണ്ടിലോട്ട് ഇട്ടു. അപ്പൊ എന്താ? എക്സ് മൈനസ് വൈ ആണല്ലോ. പ്ലസ് അടുത്തത് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എക്സ് ആണ്. അതിന്റെ രണ്ടാമത്തെ ഇസഡ് മൈനസ് വൈനെ ഞാൻ വൈ മൈനസ് ഇസഡ് എന്നാക്കാൻ പോവാം. അപ്പൊ മൈനസ് കോമൺ എടുത്തു. അപ്പൊ എന്തായി? വൈ മൈനസ് ഇസഡ് ഈക്വൽ ടു 0. അതൊന്ന് പ്രൂവ് ചെയ്യണം അല്ലയോ? അതൊന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇനി ഈ മൈനസ് എല്ലാവരുടെയും കോമൺ മൈനസ് അല്ലേ? മുകളിലും താഴെ മൈനസ് ഇടാമല്ലോ. അപ്പൊ ഞാൻ മൈനസ് എക്സ് എന്ന് എഴുതി. ഡിവൈഡ് ബൈ താഴെ എന്താ? എക്സ് മൈനസ് വൈ ഇൻറ്റു എന്താ? ഇസഡ് മൈനസ് എക്സ്. ഇവിടെ മൈനസ് എന്താണ്? വൈ ഡിവൈഡഡ് ബൈ വൈ മൈനസ് ഇസഡ് ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇവിടെ മൈനസ് ഇസഡ് ഡിവൈഡഡ് ബൈ എന്താ? ഇസഡ് മൈനസ് എക്സ് ഇൻറ്റു എന്താ? വൈ മൈനസ് ഇസഡ്. ശരിയല്ലേ? ഡിനോമിനേറ്റർ സെയിം ആക്കണം. എന്താ ചെയ്യേണ്ടത്? എക്സ് മൈനസ് വൈ ഉണ്ട്, ഇസഡ് മൈനസ് എക്സ് ഉണ്ട്. ഇവിടെ എക്സ് മൈനസ് വൈ ഉണ്ട്, വൈ മൈനസ് ഇസഡ് ഉണ്ട്. ഇവിടെ വൈ മൈനസ് ഇസഡ് ഇസഡ് മൈനസ് എക്സ്. അപ്പം ശരിക്കും എൽസിഎം എന്താ ഇവിടുത്തെ? എക്സ് മൈനസ് വൈ ഉണ്ട്, ഇസഡ് മൈനസ് എക്സ് ഉണ്ട്, വൈ മൈനസ് ഇസഡ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇത് മൂന്നിൽ ഇല്ലാത്തത് ഏതാ? വൈ മൈനസ് ഇസഡ് ആ ഇല്ലാത്തത്. അപ്പൊ മുകളിൽ എന്ത് ചെയ്യണം? വൈ മൈനസ് ഇസഡ്, താഴെ എന്ത് ചെയ്യണം? വൈ മൈനസ് ഇസഡ് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ? എൽസിഎം എടുക്കുന്ന അറിയാമോ? മനസ്സിലായോ? ആയെങ്കിലായെന്ന് പറയാമോ? ഇല്ല, ആയില്ല. എടാ ഇവിടെ ഇതിനെ ഡിനോമിനേറ്റർ കോമൺ ആക്കണം. ഡിനോമിനേറ്റർ കോമൺ ആക്കാൻ വേണ്ടി ഇവിടെ ഏതൊക്കെ ഡിനോമിനേറ്റർ ഉണ്ട്? എക്സ് മൈനസ് വൈ ഉണ്ട്, ഇസഡ് മൈനസ് എക്സ് ഉണ്ട്, പിന്നെന്തുണ്ട്? ഇവിടെ എക്സ് മൈനസ് വൈ, പിന്നെ ഇവിടെ വൈ മൈനസ് ഇസഡ്, പിന്നെന്താ? ഇവിടെ ഇസഡ് മൈനസ് എക്സ്, അതിവിടെ എടുത്തു, വൈ മൈനസ് അതും എടുത്തു. അപ്പൊ മൂന്ന് ഡിനോമിനേറ്ററേ ഉള്ളൂ ഇവിടെ. ഇത് മൂന്നും എല്ലായിടത്തും കോമൺ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഏതൊക്കെയുണ്ട്? ഇവിടെ ഇത് രണ്ടും ഉണ്ട്, ഇതില്ല. അപ്പൊ ഇതിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഏതൊക്കെയുണ്ട്? വൈ മൈനസ് ഇസഡും ഉണ്ട്, എക്സ് മൈനസ് വൈ ഉണ്ട്, ഇതില്ല. അപ്പൊ ഇതിനെ ഇവിടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ മൾട്ടിപ്ലൈ. ഇവിടെ ഇസഡ് മൈനസ് എക്സ് വൈ മൈനസ് ഇസഡ് ഉണ്ട്, ഇതില്ല. അതിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതാ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇവിടെ ഇല്ലാത്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇല്ലാത്ത ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? മൈനസ് എക്സ് ഇൻറ്റു ഇല്ലാത്ത സാധനം ഏതാ? എക്സ് മൈനസ് വൈ ഇസഡ് മൈനസ് എക്സ്. ഇനി വൈ മൈനസ് ഇസഡ് ഇല്ല ഇവിടെ അല്ലേ? ശരിയല്ലേ? മൈനസ് ഇവിടെ വൈ ഇൻറ്റു ഇവിടെ എക്സ് മൈനസ് ഇസഡ് ഉണ്ട്, എക്സ് മൈനസ് വൈ ഉണ്ട്. എന്താ ഇല്ലാത്തത്? ഇസഡ് മൈനസ് എക്സ് ഇല്ല. ഇസഡ് മൈനസ് എക്സ് ഇവിടെ കൊടുത്തു. മൈനസ് ഇസഡ് ഇവിടെ ഏതൊക്കെയുണ്ട്? ഇസഡ് മൈനസ് എക്സ് ഉണ്ട്, വൈ മൈനസ് എക്സ് ഉണ്ട്. എന്തില്ല? എക്സ് മൈനസ് വൈ ഇല്ല. അത് കൊടുത്തു. ഡിനോമിനേറ്റർ കോമൺ ആക്കി എന്ത് എഴുതിയാൽ മതി? എക്സ് മൈനസ് വൈ ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് ഇൻറ്റു എന്താ? വൈ മൈനസ് ഇസഡ് ആണോ? പോരെ? ഇനി മുകളിൽ ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എക്സ് വൈ പ്ലസ് എക്സ് ഇസഡ് മൈനസ് വൈ ഇസഡ് പ്ലസ് എക്സ് വൈ മൈനസ് ഇസഡ് എക്സ് പ്ലസ് വൈ ഇസഡ് ഡിവൈഡ് ബൈ എന്താ? എക്സ് മൈനസ് വൈ ഇസഡ് മൈനസ് എക്സ് വൈ മൈനസ് ഇസഡ്. ഇവിടെ പ്ലസ് എക്സ് വൈ മൈനസ് വൈ മൈനസ് എക്സ് അത് വെട്ടിക്കളഞ്ഞു. പ്ലസ് എക്സ് ഇസഡ് മൈനസ് എക്സ് ഇസഡ് വെട്ടിക്കളഞ്ഞു. പ്ലസ് മൈനസ് ഇസഡ് അല്ല മൈനസ് വൈ ഇസഡ് പ്ലസ് വൈ ഇസഡ് ഇല്ല. ഞാൻ പോവാ ആദ്യം. is equal to 0 by എന്താ? x minus y into z minus x into y minus. അപ്പൊ 0 by ഇതെന്താ? ഓക്കെ ആണല്ലോ.
ഇതൊന്ന് ഓർക്കാവേ.
കുഞ്ഞുങ്ങളെ ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ 20 കൂടെ ഒന്ന് ഹോംവർക്ക് ചെയ്തു, 20 കൂടെ ഒന്ന് ഹോംവർക്ക് ചെയ്തു. ഓക്കെ, 6.3 പോവാം. 6.3 20 ഹോംവർക്ക് ആണ്. 20 അതായത് ഞാൻ ആ ഫോട്ടോ എടുത്തിട്ടില്ലായിരുന്നു കുഞ്ഞുങ്ങളെ, ഞാൻ ആ ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. അതിനകത്ത് 16ഉം 20ഉം ആണ്. ഇപ്പൊ ഈ എക്സസൈസ് കയ്യിൽ ഇല്ലാത്തവരുടെ കാര്യം പറഞ്ഞതാണ്. ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. സനയുടെ കയ്യിലുണ്ടോ അത്? സന ആൻഡ് പിന്നെ നിരഞ്ജനും. സന, നിരഞ്ജൻ. Yes, sir. നിരഞ്ജന്റെ ഉണ്ടോ? Yes, sir. Sir, August 22nd പേപ്പറല്ലേ? പേജല്ലേ? ഫോട്ടോ ഇടാം, ഞാൻ ഫോട്ടോ ഇടാം. സിക്സ് പോയിന്റ് ത്രീയുടെ ഫസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതായത് ഫസ്റ്റ് അതും കൂടെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, എന്തായാലും ഒരെണ്ണം നമുക്കത് ചെയ്ത് നോക്കാം അല്ലേ? ഇതൊന്ന് നോക്കിയോ, ഇതൊന്ന് ചെയ്ത്, അതായത് if 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 a is to b is equal to c is to d, c is to d, then prove that 2a plus 5b is to 2c plus 5d equals 2a minus 5b is to 2c minus 5d. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്തതല്ലയോ? എന്തുവാ? a by b is equal to c by d എന്നാണ് അതിനർത്ഥം അല്ലേ? നമ്മൾ എന്താ ചെയ്യുന്നത്? എന്താ നമ്മൾ ചെയ്തത്? മുകളിൽ 2 മൾട്ടിപ്ലൈ ചെയ്തു, താഴെ 5 മൾട്ടിപ്ലൈ ചെയ്തു. മുകളിൽ 2 മൾട്ടിപ്ലൈ ചെയ്തു, താഴെ 5 മൾട്ടിപ്ലൈ ചെയ്തു. ആണോ? അങ്ങനെയാണ് നമുക്ക് എന്താ കോമ്പൗണ്ടന്റോ ഡിവിഡന്റോ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 2a plus 5b divided by 2a minus 5b is equal to 2c plus 5d by 2c minus 5d. ഇത് കോമ്പൗണ്ടന്റോ ഡിവിഡന്റോ കോമ്പൗണ്ടന്റോ ഡിവിഡന്റോ വെച്ചിട്ട് ഇങ്ങനെ ഇത്രേ ഉള്ളൂ കാര്യം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് എഴുതുക? 2a plus 5b is to 2a minus 5b which will be is equal to 2c plus 5d is to 2c minus 5d. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ളത് ചെയ്താൽ മതി. അത് ഹോംവർക്ക് ആണ്. ബാക്കിയുള്ളത് അതായത് 6.3യുടെ ഇപ്പൊ ഇട്ടിരിക്കുന്നതിന്റെ ബാക്കിയുള്ളതെല്ലാം ഹോംവർക്കാണ്. ഓക്കെ, അതിന്റെ അടുത്ത രണ്ടാമത്തെ ഒരെണ്ണം ചെയ്ത് കാണിക്കാം. അതായത് രണ്ടാമത്തെ if a is to b proportional to c is to d, then prove that a plus c divided by b plus d is equal to
3a² പ്ലസ് 4c² ഡിവൈഡ് ബൈ 3b² പ്ലസ് 4d² ദ ഹോൾ റേസ് ടു 1/2. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഞാൻ ചെയ്തു തരാം. പെട്ടെന്ന് ചെയ്യടാ അത്. ഇവിടെ കുറച്ചുകൂടെ ഒക്കെ ഒരു എന്താണ് അനാലിസിസ് വേണ്ട കുറച്ച് സാധനങ്ങൾ ഇവിടെ കുറച്ചുകൂടെ ഒക്കെ ഇതിനേക്കാളും കുറച്ചുകൂടെ ഇതും പാടാണ്, പക്ഷെ ഇതിനേക്കാളും കുറച്ചുകൂടെ പാടാണ് ഈ എക്സസൈസ്. ആദ്യത്തെ സെറ്റ് കുഴപ്പമില്ല, രണ്ടാമത്തെ മൂല്യം കൊണ്ട് ഇച്ചിരി പാടാം. അത് നമുക്ക് എല്ലാം ചെയ്യാം. ഓക്കെ, ട്രൈ ചെയ്യ്. ഇതൊന്ന് ട്രൈ ചെയ്യ്. ഇതെന്തായാലും എങ്ങനെയും ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യ്. ഞാൻ പറഞ്ഞു തരുന്നില്ല, അടുത്ത ക്ലാസ്